കണ്ണുകൾ. ദൈവം മനുഷ്യന് നൽകിയ വരദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് കണ്ണുകൾ. സൗന്ദര്യത്തിൽ ഇവയ്ക്കുള്ള പങ്ക് ഒട്ടും ചെറുതല്ല. സൗന്ദര്യം എന്ന പോലെ കണ്ണുകളുടെ ആരോഗ്യവും മുന്തിയ പരിഗണന അർഹിക്കുന്നു. കണ്ണുകളുടെ ആരോഗ്യം അവയുടെ തിളക്കത്തിൽ നിന്നും അളക്കാൻ സാധിക്കും. തിളക്കമുള്ള കണ്ണുകൾ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ, പ്രത്യേകിച്ചും വിറ്റാമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൺപീലികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. കട്ടിയുള്ള കൺപീലികൾ കണ്ണിന് അഴകേകുകയും മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിടർന്നതും പ്രകാശമാനവുമായ കണ്ണുകൾ ആരോഗ്യലക്ഷണമാണ്. ശരീരത്തിൻ്റെ തളർച്ചയും വിളർച്ചയും ആദ്യം പ്രകടമാകുന്ന ഭാഗം കണ്ണുകളാണ്. അമിതമായ ജോലിഭാരവും ഉറക്കമില്ലായ്മയും പോഷകാഹാരക്കുറവും യാത്രാക്ഷീണവുമൊക്കെ കണ്ണുകളെ തളർത്തിക്കളയും. ഉറങ്ങുമ്പോൾ ഒഴികെ സദാ ജാഗരൂകമായിരിക്കുന്ന കണ്ണുകൾ അന്തരീക്ഷത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും തുറന്നാണിരിക്കുന്നത്. അതായത് ചൂട്, തണുപ്പ്, പൊടിപടലങ്ങൾ, ഈർപ്പം, തീവ്രമായ പ്രകാശം, കാറ്റ് തുടങ്ങിയവയൊക്കെ കണ്ണുകളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. കണ്ണുകൾ വരണ്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അവയുടെ ആരോഗ്യത്തിനും കാഴ്ചശേഷിക്ക് തകരാറുകൾ സംഭവിക്കാതിരിക്കാനും അത്യാവശ്യമാണ്. കണ്ണുകൾ ഇടയ്ക്കിടെ അടച്ചു തുറക്കുമ്പോഴാണ് അവ ഈർപ്പമുള്ളതായിത്തീരുന്നത്. രസം പിടിച്ച് എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിൽ ദീർഘനേരം ഇരിക്കുമ്പോഴും കണ്ണുകൾ ഇടയ്ക്കിടെ അടച്ചു തുറക്കാൻ നമ്മൾ മറന്നുപോകും. അതേസമയം ഇമച്ചിമ്മൽ എന്നത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിയല്ല. കണ്ണുകളെ ഈർപ്പത്തോടെ സംരക്ഷിക്കാനുള്ള ശരീരത്തിൻ്റെ സ്വാഭാവികമായുള്ള ഒരു എക്സർസൈസാണ്. എങ്കിലും പരിസരബോധം പോലും മറന്ന് നമ്മൾ ആഴത്തിൽ എന്തെങ്കിലും മുഴുകിയിരിക്കുമ്പോൾ ഇമച്ചിമ്മൽ കുറയുന്നതായി കണ്ടിട്ടുണ്ട്. അത്തരം അവസരങ്ങളിൽ മനഃപൂർവ്വം തന്നെ ഇടയ്ക്കിടെ ഇമച്ചുമുഖം മാത്രമാണ് പോംവഴി. കമ്പ്യൂട്ടറിനും ടിവിക്ക് മുന്നിൽ അധിക സമയം ചെലവഴിക്കുമ്പോൾ ബോധപൂർവമായി തന്നെ കണ്ണുകൾ അടച്ചു തുറക്കുക. പുറം ലോകത്തേക്കുള്ള ശരീരത്തിൻ്റെ ജാലകമാണ് കണ്ണുകൾ. അവ ഇടയ്ക്കിടെ തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് നന്ന്. ഈർപ്പം നിലനിർത്താൻ മാത്രമല്ല, പൊടിപടലങ്ങളും അഴുക്കും മറ്റും നീക്കം ചെയ്യാനും നേത്രഞരമ്പുകളുടെ ഉണർവിനുമൊക്കെ ഇത് ഗുണം ചെയ്യും. ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വീട്ടിലെത്തിയാൽ കണ്ണുകൾ ശുദ്ധജലത്തിൽ കഴുകിയതിനു ശേഷം മലർന്നു കിടന്ന് കണ്ണുകൾ അടച്ചു പിടിച്ച് ചെറിയ വെള്ളരിക്ക വട്ടത്തിലരിഞ്ഞത് കൺതടങ്ങളിൽ അമർത്തിവെക്കുന്നത് കണ്ണുകൾക്ക് കുളിർമ കിട്ടാനും ചൂടുമൂലം തളർന്ന നാഡീഞരമ്പുകളെ ഊർജ്ജസ്വലമാക്കാനും സഹായിക്കും. കൺതടങ്ങളിലെ കറുപ്പ് നിറം മാറാനും ഇത് നന്ന്. ശക്തമായ പ്രകാശം കണ്ണുകളിലേക്ക് നേരിട്ട് പതിക്കുന്നത് ഏത് സാഹചര്യത്തിലായാലും ഒഴിവാക്കണം. തീവ്രത കുറഞ്ഞ പ്രകാശമാണെങ്കിൽ പോലും അധികനേരം കണ്ണുകൾ ഇവയ്ക്കു നേരെ തുറന്നിരിക്കുന്നത് ദോഷം ചെയ്യും. വീട്ടിലായാലും ഓഫീസിലായാലും മുറിക്കകത്തെ വെളിച്ചം ആരോഗ്യകരമായി ക്രമീകരിക്കണം. തീരെ കുറഞ്ഞ വെളിച്ചത്തിലോ തീവ്രമായ പ്രകാശത്തിന് കീഴിലോ ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. വായിക്കുമ്പോഴും കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുമ്പോഴും മറ്റും പ്രകാശം മുന്നിൽ നിന്ന് നേരിട്ട് മുഖത്തു പതിക്കുന്ന വിധത്തിൽ ഇരിപ്പിടം ക്രമീകരിക്കരുത്. ഇരുട്ട് മുറിയിലിരുന്ന് TV കാണുന്നത് ഒഴിവാക്കുക തന്നെ വേണം. പുതിയ തലമുറക്കാരിൽ വലിയൊരു വിഭാഗം കമ്പ്യൂട്ടറിന് മുന്നിൽ ദിവസവും മണിക്കൂറുകൾ ചെലവഴിക്കുന്നവരാണല്ലോ. കമ്പ്യൂട്ടർ സ്ക്രീനും കണ്ണും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട അകലത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഉയരത്തിൻ്റെ കാര്യമോ? സ്ക്രീനിൻ്റെ മുകളറ്റം കണ്ണുകൾക്കു നേരെ വരുന്ന വിധത്തിലുള്ള ഇരിപ്പിടമാണ് ആരോഗ്യകരം. കണ്ണുകളേക്കാൾ ഉയർന്ന തലത്തിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ വരരുത്. കമ്പ്യൂട്ടറിന് മുന്നിൽ ദീർഘനേരം ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ സ്ക്രീനിൽ നിന്ന് ദൃഷ്ടി മാറ്റി ദൂരെയുള്ള ഏതെങ്കിലും വസ്തുവിൽ കാഴ്ച കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടെ ഇമച്ചിമ്മുകയോ 15 മിനിറ്റിലൊരിക്കൽ കുറച്ചു സെക്കൻഡ് നേരത്തേക്ക് കണ്ണുകൾ അടച്ചു പിടിക്കുകയോ വേണം. മോണിറ്ററിൻ്റെ കളറും ബ്രൈറ്റ്നസും കണ്ണുകൾക്ക് ആയാസമുണ്ടാക്കാത്ത വിധത്തിൽ ക്രമീകരിച്ചു വെക്കണം. തീരെ വലിപ്പം കുറഞ്ഞ അക്ഷരങ്ങളിൽ കമ്പോസ് ചെയ്യുന്ന ശീലം ഒഴിവാക്കുക. യാത്രകളിലും മറ്റും കണ്ണിൽ പൊടിപടലങ്ങൾ വീഴാൻ സാധ്യത കൂടുതലാണ്. ഇരുചക്രവാഹനങ്ങളിലെ യാത്രയ്ക്കിടെ ചെറുപ്രാണികൾ ഊക്കോടെ കണ്ണിൽ പതിക്കുന്നതും സാധാരണം. കണ്ണിൽ എന്തെങ്കിലും പെട്ടുപോയെന്ന് തോന്നിയാലുടൻ കണ്ണുകൾ തിരുമുന്നതാണ് നമ്മുടെ ശീലം. പൊടിയുടെയും മറ്റും സൂക്ഷ്മമായ തരികൾ കൃഷ്ണമണിയിൽ ഉരഞ്ഞ് മുറിവുണ്ടാക്കാനേ ഇവ വഴിവെക്കൂ.
കണ്ണുകൾ നന്നായി തുറന്നു പിടിച്ച് ധാരാളം വെള്ളം കണ്ണിലേക്ക് ഒഴിച്ചു കഴുകിയാൽ അകത്ത് വീണ പൊടി പുറത്തു പോകും. കണ്ണിലെ അസ്വസ്ഥതകൾക്ക് മറ്റൊരാൾക്ക് വാങ്ങിയ തുള്ളിമരുന്ന് ഒരു കാരണവശാലും എടുത്ത് ഉപയോഗിക്കരുത്. കണ്ണിൽ മുറിവേൽക്കുകയോ അസാധാരണമായ വിധത്തിൽ ചുവപ്പ് നിറം പ്രത്യക്ഷപ്പെടുകയോ പീള കെട്ടുകയോ ചെയ്താൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ എത്രയും വേഗം നേത്രരോഗ വിദഗ്ധനെ സമീപിക്കാൻ മടിക്കരുത്. കാരണം പകരം വയ്ക്കാനില്ലാത്തതാണ് കണ്ണുകൾ. കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന ഇളനീർ കുഴമ്പ് പോലെയുള്ള ആയുർവേദ മരുന്നുകൾ പലതും വിപണിയിലുണ്ട്. ഇത്തരം മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ അവ പഴക്കമില്ലാത്തതും സുരക്ഷിതമായി അടച്ച് സൂക്ഷിച്ചിരിക്കുന്നതാണെന്നും ഉറപ്പുവരുത്തണം. വ്യത്യസ്ത തരം കണ്ണുകൾ. വ്യത്യസ്ത വ്യക്തികളിൽ വിവിധയിനം കണ്ണുകൾ കാണാൻ സാധിക്കും. കണ്ണുകളുടെ രൂപവും ആകൃതിയും അനുസരിച്ചാണ് അവയ്ക്കുള്ള മേക്കപ്പ് തിരഞ്ഞെടുക്കേണ്ടത്. മേക്കപ്പ് എന്നത് ഒരു കലയാണ്. വളരെയധികം ശ്രദ്ധയും വഴക്കവും വേണ്ടുന്ന കല. എന്നാൽ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രാഗൽഭ്യം നേടാനും സാധിക്കും. കണ്ണുകളുടെ കാര്യത്തിൽ ആദ്യം വേണ്ടത് വ്യത്യസ്ത തരം കണ്ണുകൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയുകയാണ്. എങ്കിൽ മാത്രമേ അതിനനുസൃതമായ മേക്കപ്പ് നൽകാൻ സാധിക്കുകയുള്ളൂ. അകലം കൂടിയ കണ്ണുകൾ. അകലം കൂടിയ കണ്ണുകൾ വിശാലവും യുവത്വം തുളുമ്പുന്നതുമായ ഭാവം മുഖത്തിന് നൽകുന്നു. ഇവയുടെ കാന്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനായി ഉചിതമായ രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിനായി കണ്ണിൻ്റെ പുറം കോണുകളിൽ മേക്കപ്പ് നിറങ്ങൾ കടുപ്പത്തിൽ പുരട്ടിയാൽ മതിയാകും. ഷാഡോ നൽകുമ്പോൾ കണ്ണിൻ്റെ പുറം വശങ്ങളിൽ തുല്യമായി നൽകാൻ ശ്രദ്ധിക്കുക. തുടർന്ന് കൺപീലികൾ മുകളിലേക്ക് ബ്രഷ് ചെയ്യുക. കണ്ണുകൾക്കിടയിലുള്ള അകലം കുറച്ചു കാണിക്കുന്നതിനായി കണ്ണിൻ്റെ അകത്ത കോണുകളിൽ തീവ്രത കൂടിയ ഐ ഷാഡോ നിറങ്ങൾ ഉപയോഗിക്കുക. അകത്തുനിന്നും പുറത്തേക്ക് മുകളിലും താഴെയുമുള്ള കൺപോളകളിൽ ഐലൈനർ ഉപയോഗിച്ച് വരയ്ക്കുക. മിതമായ നിറത്തിലുള്ള ഷാഡോ കൺപോളകൾക്കും മടക്കുകൾക്കും നൽകുക. കൺപീലികളിൽ മുകളിലും താഴെയും വേണ്ട പോലെ മസ്കാര ഉപയോഗിക്കുക. ഇടുങ്ങിയ കണ്ണുകൾ. ഇത്തരം കണ്ണുകൾക്ക് വളരെ തീക്ഷ്ണമായ ഒരു ഭാവമാണ്. ഈ തീക്ഷ്ണത ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണിൻ്റെ ഉൾവശത്തെ കോണുകൾ കേന്ദ്രീകരിച്ച് നിറം നൽകിയാൽ മതി. ഇതുകൂടാതെ പുറം കോണുകളിൽ ഷാഡോ നൽകാം. അതോടൊപ്പം കൺപീലികൾ പുറത്തേക്ക് ബ്രഷ് ചെയ്യുക. കണ്ണുകൾ തമ്മിലുള്ള അകലം കൂടുതലായി കാണപ്പെടുന്നതിന് കണ്ണുകളുടെ പുറം കോണുകളിൽ തീവ്രത കൂടിയ നിറങ്ങൾ ഉപയോഗിക്കുക. ഏതെങ്കിലും നിറത്തിലുള്ള ഐലൈനർ ഉപയോഗിച്ച് മുകളിലും താഴെയും വരയ്ക്കുക. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഉൾഭാഗത്തു നിന്നും ഒരൽപ്പം വിട്ടതിനു ശേഷം മാത്രം വരച്ചു തുടങ്ങുക. ചുവട്ടിലെ കൺപീലികളുടെ പുറം കോണിലൂടെ ഏതെങ്കിലും ഇളനിറത്തിലുള്ള ഐ ഷാഡോ പുരട്ടുക. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ കണ്ണുകൾക്ക് പുറത്താവും പതിക്കുക. മുകളിലും താഴെയുമുള്ള കൺപീലികളിൽ മസ്കാര പുരട്ടുക. തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണുകൾ. ഇത്തരത്തിലുള്ള രണ്ട് കണ്ണുകൾക്കുമിടയിൽ ഒരു കണ്ണിൻ്റെ അത്രയും അകലമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്രകാരമുള്ള കണ്ണുകൾക്ക് മേൽപ്പറഞ്ഞ രീതികളിൽ തക്കതായ മേക്കപ്പ് നൽകാവുന്നതാണ്. ആൽമണ്ട് പോലത്തെ കണ്ണുകൾ. കണ്ണുകളുടെ പുറം കോണുകൾ ഒരൽപ്പം ഉയർന്നതായി കാണപ്പെടുന്ന ഇത്തരം കണ്ണുകളാണ് സർവ്വസാധാരണമായി കാണപ്പെടുന്നത്. ഇവയെ മേക്കപ്പിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് വളരെ തീവ്രതയുള്ളതും മനോഹരവുമാക്കാൻ സാധിക്കും. ബ്രൗണിൻ്റെ വ്യത്യസ്ത ഷെയ്ഡുകളിലുള്ള ഐ ഷാഡോകൾ ആൽമണ്ട് കണ്ണുകൾക്ക് യോജിക്കുന്നവയാണ്. ബ്രൗൺ കറുത്ത മസ്കാര ഉപയോഗിക്കുന്നതാണ് ഇത്തരം കണ്ണുകൾക്ക് കൂടുതൽ ഭംഗി നൽകുന്നത്. മേക്കപ്പ് ചെയ്യുമ്പോൾ അത് കണ്ണുകളുടെ സ്വാഭാവിക സൗന്ദര്യം മറക്കുന്നവയാകാൻ പാടില്ല. കഴിവതും മിതമായ മേക്കപ്പിൽ ഒതുക്കാൻ ശ്രമിക്കുക. ചെറിയ കണ്ണുകൾ. മുഖത്തെ മറ്റ് അവയവങ്ങളുമായും മുഖത്തിൻ്റെ വലിപ്പവുമായും നോക്കുമ്പോൾ താരതമ്യേന ഇവയുടെ വലിപ്പം കുറവാണ്. ഇളം നിറത്തിലുള്ള ഐ ഷാഡോകൾ ഉപയോഗിച്ചും കൺപീലികൾ ചുരുട്ടിയും മേലെയും താഴെയുമുള്ള കൺപോളകളിൽ ഐലൈനർ ഉപയോഗിച്ചും ചെറിയ കണ്ണുകളെ വലുതായി തോന്നിപ്പിക്കാം. ചെറിയ കണ്ണുകളെ വലുതായി തോന്നിപ്പിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങളാണ് കൺപോളകളിൽ മിതമായ നിറങ്ങളിലുള്ള ഇളം ചാരനിറം, നീലനിറം എന്നിങ്ങനെ ഐ ഷാഡോ നൽകുക. മുകളിലും താഴെയുമുള്ള കൺപീലികളിൽ ഇളം നിറം നൽകുക. ഇതിൽ മുകളിലത്തേതിന് പൂർണ്ണമായും താഴത്തെ പീലികളിൽ ഐറിസിന് തൊട്ടു താഴെ നിന്നും ആരംഭിച്ച് പുറം കോണിലേക്ക് വരയ്ക്കേണ്ടതാണ്. മുകളിലെ കൺപീലികളിൽ കറുത്ത മസ്കാര ഉപയോഗിക്കുക. അല്പം നിറം കൂടിയ ഷെയ്ഡുകൾ കൺമടക്കുകളിൽ പുരട്ടുക.